അതായത് 5,43,00,000 രൂപ. പാമ്പിൻ വിഷം ലഹരിയായി ഉപയോഗിച്ച് പിടിക്കപ്പെട്ട ഈ വിഷം ആർക്ക് വിറ്റ് എങ്ങനെയാണ് ഇവര് പണം സമ്പാദിക്കുന്നത് എന്നുള്ളതായിരിക്കും അടുത്തതായി നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഇവർ ശേഖരിച്ചത് 1800 ഗ്രാം പാമ്പിൻ വിഷമാണ്. മനുഷ്യരുടെ ആമാശയത്തിലേക്ക് പാമ്പിൻ വിഷം നേരിട്ട് പ്രവേശിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗല്ലൻ. വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് പ്രതിവർഷം ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 1,00,000-ഓളം പേരാണ് മരണത്തിന് കീഴടങ്ങുന്നത്. എന്നാൽ പാമ്പിൻ വിഷത്തിൽ നിന്ന് വർഷം തോറും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അത്തരത്തിലുള്ള ഒരു വിഭാഗത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. പാമ്പിൻ വിഷം ലഹരിയായി ഉപയോഗിച്ച് പിടിക്കപ്പെട്ട ഒരുപാട് പേരുടെ വാർത്ത നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉപയോഗം നിയമാനുസൃതമല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. എന്നാൽ നിയമാനുസൃതം പാമ്പിൻ വിഷം എടുത്തുകൊണ്ട് അത് വിൽപ്പന ചെയ്ത് കോടിക്കണക്കിന് രൂപ വർഷം തോറും സമ്പാദിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റെവിടെ നിന്നുമല്ല, നമ്മുടെ സ്വന്തം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ആദിവാസി വിഭാഗത്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാടൻ സൂര്യയുടെ ജയ് ഭീം എന്ന് പറയുന്ന ശ്രദ്ധേയമായ സിനിമയിലൂടെ രാജ്യത്തിന്റെ ഒന്നടങ്കം ശ്രദ്ധയാകർഷിച്ച ഒരു ഗോത്ര വിഭാഗമുണ്ട് തമിഴ്നാട്ടിൽ. ഇരുളർ എന്നാണ് പറയുന്നത്. ഈ ഇരുളരാണ് വർഷം തോറും വിഷപ്പാമ്പുകളുടെ വിഷമെടുത്ത് വിൽപ്പന ചെയ്തുകൊണ്ട് നിയമാനുസൃതം തന്നെ കോടികൾ സമ്പാദിക്കുന്നത്. 1978 തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നെന്മേനി എന്ന് പറയുന്ന സ്ഥലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഇരുള സ്നേക്ക് കാച്ചേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ആ ഒരു സൊസൈറ്റിക്ക് പേര് പറയുന്നത്. ഈ ഒരു സൊസൈറ്റിയുടെ കീഴിൽ സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെ കൃഷിസ്ഥലങ്ങളിലും അതുപോലെ തന്നെ പുരയിടങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളെ പിടിച്ചുകൊണ്ട് അവയുടെ വിഷം എടുത്ത് വിൽപ്പന ചെയ്യാനുള്ള അനുമതി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ സൊസൈറ്റിയിൽ തന്നെയാണ് ഇവർ ഈ വിഷം എടുക്കുന്നത്. എന്ന് വെച്ച് അവർക്ക് കണക്കില്ലാതെ ഇങ്ങനെ പാമ്പുകളെ പിടിച്ച് എത്ര കോടി വേണമെങ്കിലും ലാഭം കൊയ്യാം എന്ന് ഒരിക്കലും ആരും വിചാരിച്ചു പോകരുത്. ഒരു വർഷം 9,000 പാമ്പുകളെയാണ് ഇവർക്ക് പിടിക്കാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുള്ളത്. കാടുകളിൽ നിന്ന് ഒരിക്കലും ഇവർക്ക് പാമ്പുകളെ പിടിക്കാനുള്ള അനുമതിയില്ല. കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരത്തുമൊക്കെ കാണപ്പെടുന്ന വിഷപ്പാമ്പുകളെ പിടിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയുടെ കീഴിൽ 28 ദിവസം വരെ സംരക്ഷിക്കാനുള്ള അനുമതിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ 28 ദിവസത്തിനുള്ളിൽ 4 തവണ ഈ വിഷപ്പാമ്പുകളുടെ വിഷം എടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെ എടുക്കുന്ന വിഷം ഏകദേശം ഒരു വർഷം 550 ഗ്രാമോളം വരും. രാജ്യത്തിന് മൊത്തം ആവശ്യമായ പാമ്പിൻ വിഷത്തിന്റെ ഏകദേശം 80% നൽകുന്നത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ഇവർ ശേഖരിച്ചത് 1800 ഗ്രാം പാമ്പിൻ വിഷമാണ്. ഈ വിഷം ആർക്ക് വിറ്റ് എങ്ങനെയാണ് ഇവർ പണം സമ്പാദിക്കുന്നത് എന്നുള്ളതായിരിക്കും അടുത്തതായി നിങ്ങൾക്കൊക്കെ അറിയേണ്ടത്. പാമ്പിൻ വിഷം ഇവർ വിൽക്കുന്നത് സർക്കാരിന് തന്നെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മരുന്ന് കമ്പനികൾക്കുമാണ്. മരുന്ന് കമ്പനികൾ ഇത് ഉപയോഗിക്കുന്നത് പാമ്പ് കടിയേറ്റ് അപകടാവസ്ഥയിലായ ആളുകളെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, പ്രതിവിഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ചില ഔഷധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയുമാണ്. എന്തായാലും കഴിഞ്ഞ 3 വർഷത്തിലായി ഇവർ ശേഖരിച്ച 1800 ഗ്രാം പാമ്പിൻ വിഷത്തിൽ നിന്ന് വിൽപ്പന നടത്തി ഇവർക്ക് ലഭിച്ചത് ഏകദേശം 5.43 കോടി രൂപയാണ്. അതായത് 5,43,00,000 രൂപ. വെറും പാമ്പിൻ വിഷത്തിൽ നിന്ന് 5,43,00,000 രൂപയാണ് 3 വർഷങ്ങളിലായി ഇരുള വിഭാഗം നേടിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ അവരുടെ ചെലവ് കഴിഞ്ഞാൽ അവർക്ക് ലഭിച്ചത് 2,36,00,000 രൂപയാണ്. അപ്പോൾ ഇത്രയധികം രൂപ ലഭിക്കണമെങ്കിൽ ഓരോ പാമ്പിനെ പിടിച്ചാൽ, ഒരു വിഷപ്പാമ്പിനെ പിടിച്ചാൽ ഇവർക്ക് എന്ത് തുകയായിരിക്കും ലഭിക്കുക? ഒരു വിഷപ്പാമ്പിനെ പിടിച്ച് ഇങ്ങനെ 4 പ്രാവശ്യം വിഷമെടുത്ത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോൾ ഈ ഇരുള വിഭാഗത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് 300 രൂപ മുതൽ 2,300 രൂപ വരെയാണ്. അത് ഓരോ പാമ്പുകളുടെയും ഇനത്തിനനുസരിച്ചാണ്. ഇനി ഇങ്ങനെ പിടിക്കുന്ന പാമ്പുകളെ 28 ദിവസം ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ സംരക്ഷിച്ചു വെക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ സംരക്ഷിച്ച് വെക്കുന്ന പാമ്പുകളെ 28 ദിവസങ്ങൾക്ക് ശേഷം 4 തവണത്തെ വിഷം ശേഖരിക്കലിന് ശേഷവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കാടുകളിൽ തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഇരുള വിഭാഗം 978 മുതൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം ഏകദേശം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് 3400ഓളം ഇനം പാമ്പുകളെയാണ്. അതിൽ 300ഓളം ഇനം പാമ്പുകളെയാണ് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 300ൽ 60ൽ പരം ഇനങ്ങൾ അതീവ വീര്യം കൂടിയ വിഷത്തോടു കൂടിയ പാമ്പുകളാണ്. എന്നാൽ ഏകദേശം 40ൽ പരമുള്ള ഇനങ്ങൾ
അത്രയധികം വിഷമില്ലാത്ത എന്നാൽ സാമാന്യം വിഷമുള്ള രീതിയിലുള്ള പാമ്പുകൾ തന്നെയാണ്. ബാക്കിയുള്ള ഇനങ്ങളെല്ലാം തന്നെ വിഷമൊട്ടുമില്ലാത്ത തരം പാമ്പുകളാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ ഇത്തരത്തിലുള്ള പാമ്പുകളുടെ കടിയേറ്റാൽ മനുഷ്യ ശരീരത്തിന്റെ നാഡീവ്യവസ്ഥിതിയാണ് ബാധിക്കുന്നത്. നമുക്ക് ശ്വാസതടസ്സവും കാഴ്ചക്ക് മങ്ങലേൽക്കുകയും പോലുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നാൽ അണലിയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ രോമകൂപങ്ങളിൽ നിന്ന് രക്തം പുറത്തേക്ക് സ്രവിക്കുന്നതുൾപ്പെടെയുള്ള വലിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നേരിടുന്നത്. ഇനി പാമ്പിൻ വിഷം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാമ്പിന്റെ കവിളിൽ സ്ഥിതി ചെയ്യുന്ന വിഷഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവമാണ് പാമ്പിൻ വിഷം എന്ന് പറയുന്നത്. പാമ്പുകളുടെ മേൽത്താടിയിലുള്ള 2 പല്ലുകളുമായി ഈ വിഷഗ്രന്ഥികൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവ വഴിയാണ് തന്റെ ശത്രുവിന്റെയോ അല്ലെങ്കിൽ ഇരയുടെയോ ശരീരത്തിലേക്ക് പാമ്പ് വിഷം കുത്തിവെക്കുന്നത്. മനുഷ്യരുടെ ആമാശയത്തിലേക്ക് പാമ്പിൻ വിഷം നേരിട്ട് പ്രവേശിച്ചാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പാമ്പിൻ വിഷം നേരിട്ട് എടുത്ത് കഴിച്ചോളൂ എന്നല്ല ഒരിക്കലും. എന്നാൽ രക്തത്തിൽ ഇത് കലർന്നാൽ മനുഷ്യ ശരീരത്തിന്റെ സന്തുലനാവസ്ഥ ഇല്ലാതാക്കുകയും അങ്ങനെ മരണം സംഭവിക്കുകയാണ് ഉണ്ടാവുന്നത്. എന്തായാലും തമിഴ്നാട്ടിലെ ഇരള വിഭാഗം ഈ ഒരു വിഷം നിയമാനുസൃതമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും വർഷത്തിൽ ഏകദേശം 50,000-ൽ പരം ആളുകൾ പാമ്പ് കടിയേറ്റ് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ മരിച്ചു വീഴുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരിക്കലും നിയമാനുസൃതമല്ലാതെ ഇത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചവരല്ലാതെ പാമ്പുകളെ പിടിക്കാനോ പാമ്പുകളുടെ വിഷമെടുക്കുക എന്നുള്ള കാര്യം ഓർക്കാൻ കൂടി പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കാര്യം ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് വളരെ ഇൻഫർമേറ്റീവായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ.